ഹായ് ഹലോ അസ്സലാമലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ എല്ലാവർക്കും? അൽഹംദുലില്ലാ ഞങ്ങളും സുഖമായിട്ട് പോകുന്നു കേട്ടോ. ഞങ്ങളെ വിശേഷങ്ങളൊക്കെ എന്തായാലും നിങ്ങൾ വീഡിയോയിലൂടെ കാണുന്നുണ്ടാവുമല്ലോ. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ നിങ്ങളെ വിശേഷങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ എന്തായാലും കഴിഞ്ഞ വീഡിയോകൾക്കൊക്കെ നിങ്ങളെല്ലാവരും തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. അതേപോലെ തന്നെ തുടർന്നുള്ള വീഡിയോകൾക്കെല്ലാം നിങ്ങളെല്ലാവരും സപ്പോർട്ടും സഹകരണവും ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു പ്രതീക്ഷയിൽ നമുക്ക് ഇന്നത്തെ വീഡിയോ അങ്ങോട്ട് തുടങ്ങിയാലോ. അപ്പോൾ ഇന്ന് ഇതാട്ടോ ഞാൻ നേരത്തെ തന്നെ ഇപ്പോൾ കിച്ചണിൽ കയറുന്നുണ്ട്. നമ്മൾ മക്കൾക്ക് നാസ്ത കൊടുത്ത് വിടേണ്ടതുകൊണ്ട് തന്നെ വേഗം അങ്ങോട്ട് ആക്കലാണ് കേട്ടോ. ഇപ്പോൾ ചായയും കടിയും അതുകൊണ്ട് തന്നെ നമ്മളെ വീട്ടിലത്തെ പണികൾ വേഗം കഴിയുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു നമ്മളിങ്ങനെ മടിച്ച് പിന്നെ പറഞ്ഞിട്ട് ഇരിക്കുമ്പോഴാണ് നമ്മളെ പണികളൊന്നും തുടങ്ങാണ്ടും ആവുക തീരാണ്ടും ആവുക. പക്ഷേ എന്താ പറയുക, ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് വേഗം അങ്ങോട്ട് പണികൾ തീരുന്നുണ്ട് കേട്ടോ. എനിക്കാണെന്നുണ്ടെങ്കിൽ നമ്മളെ പണികൾ വേഗം തീർക്കണം. ചിലപ്പം അങ്ങനെയാണ്, ചിലപ്പോൾ അതിന് വേണ്ടി ഒന്ന് തുടങ്ങി കിട്ടാനൊരു മടി തന്നെ ആയിരിക്കുമേ. എന്തായാലും ഇന്നിപ്പോൾ ചായക്കടി ഉണ്ടാക്കുന്നത് ബൂരിയാണ് കേട്ടോ. ബൂരിയും ചെറുപയർ കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതാ ബൂരിക്കുള്ള പൊടി ഒന്ന് അരിച്ചെടുത്തതാണ്. ഞാൻ ഇതിൻ്റെ മുന്നേ ഒന്ന് അരിച്ച് വെച്ചതായിരുന്നു, എന്നാലും ഒന്നും കൂടെ ഒന്ന് കുറേ ദിവസം ആയതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഒന്ന് അരിച്ച് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ കുഴപ്പങ്ങളൊന്നും ഇല്ല അതിലങ്ങനെ. എന്നാലും ഒരു സമാധാനത്തിന് അരിച്ചതാണ് കേട്ടോ. ഇതിലിനി എന്തെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ ഒന്നും കൂടെ അരിച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അപ്പോൾ എന്തായാലും വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ചെറിയൊരു ഇളം ചൂടുള്ള വെള്ളത്തിൽ ഒന്ന് ബൂരിക്കുള്ള മാവ് ഒന്ന് കുഴച്ചതാട്ടോ ഒന്ന് വെച്ചിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് ചുടാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ അത് അടുത്ത പരിപാടി കറിക്കുള്ളതാണ്. അപ്പോൾ ചെറുപയറാണ് കേട്ടോ കറി ഉണ്ടാക്കുന്നത്. ചെറുപയർ കുക്കറിലേക്ക് ഇട്ടിട്ട് ഞാൻ ചെറുപയർ അങ്ങനെ പൊതിർത്തലില്ല, അപ്പം അങ്ങനെ ഇടുകയാണ് കേട്ടോ ചെയ്യൽ. തലേ ദിവസം പൊതിർത്തി വെക്കലൊന്നുമില്ല. ഇപ്പം ഉണ്ടാക്കുകയാണ്, ഇപ്പം അങ്ങോട്ട് എടുക്കും. കുറച്ചധികം വെള്ളം ഒന്ന് കുക്കറിൽ ഒഴിച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് വേവിച്ചെടുക്കലാണ് കേട്ടോ. ഇത്ര വിസിലൊന്നുമില്ല, കുറേയൊക്കെ അങ്ങോട്ട് അടിച്ച് ഏകദേശം ആയി എന്ന് തോന്നുമ്പോൾ അങ്ങോട്ട് ഓഫാക്കലാണ് കേട്ടോ. അങ്ങനെ ഒന്നിനും ഒരു കണക്കോ അതോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. എന്തായാലും ചെറുപയറും അതിലേക്ക് പച്ചമുളകും ഉള്ളിയും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് ഒരു സ്പൂണും കൂടെ അതിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിട്ടിട്ട് ഒന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ ഒന്ന് പുറത്തേക്ക് ഒന്ന് ഇറങ്ങാൻ കേട്ടോ. അതൊക്കെ നേരം വെളുക്കുമ്പോൾ തന്നെ വെയിൽ ഇങ്ങോട്ട് വരികയാണ് കേട്ടോ. നമുക്ക് ഇവിടെ തന്നെ ഒരു 9 മണി 10 മണി ആയിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ചൂട് ഇങ്ങോട്ട് വരികയാണ് കേട്ടോ. എനിക്കൊന്ന് ചൂട് കൂടി ഇങ്ങോട്ട് വരുമ്പോഴാണ് കേട്ടോ പണികളൊന്നും എടുക്കാൻ കഴിയാണ്ട് ഒരു കുഴക്കാകുക കേട്ടോ. ഇനിയിപ്പോൾ എനിക്ക് മാത്രമാണോ എന്നുള്ളതൊന്നും അറിയില്ല. ചൂട് കൂടുമ്പോൾ നമുക്ക് പണിയെടുക്കാനും വയ്യ, ഒന്നിനും കഴിയാതെ എന്തോ ഒരു ക്ഷീണം വരുന്ന പോലെ തോന്നുക കേട്ടോ. അപ്പോൾ ഞാൻ വേഗം ഇതിനെക്കാട്ടി വെയിൽ വരുന്നതിന് മുമ്പ് വേഗം മുറ്റം അങ്ങോട്ട് അടിച്ചു വരാൻ വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ മുറ്റത്തേക്ക് നോക്കുമ്പോൾ കുറച്ചൊരു സമാധാനം ഉണ്ട്. ഞാൻ ഓരോ ദിവസം ഓരോരോ ഭാഗങ്ങൾ എന്നെക്കൊണ്ട് പറ്റും പോലെ അങ്ങനെ വൃത്തിയാക്കലാണ് കേട്ടോ. ഇപ്പോൾ ഒരു പാമ്പിൻ്റെ ഒരു ഇതാണല്ലോ ഇപ്പോൾ എല്ലായിടത്തും. എന്താ പറയുക, വാർത്ത വെച്ചാലും പാമ്പ് കടി ഏറ്റു മരിച്ചു എന്നും ആശുപത്രിയിൽ കൊണ്ടുപോയി എന്നും അങ്ങനെ തന്നെയാണല്ലോ നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ ഒരു പേടി തന്നെയാണ്. അപ്പോൾ ഓരോ ദിവസം ഓരോരോ ഭാഗം അങ്ങനെ ക്ലീനാക്കി കൊണ്ടുവരികയാണ് കേട്ടോ. എനിക്ക് ക്ലീനിങ്ങിൽ കുറച്ച് കുക്കിങ്ങിനെക്കാട്ടും കുക്കിംഗ് ഇഷ്ടമല്ല എന്നല്ല, പക്ഷേ ക്ലീനിങ് കുറച്ചും കൂടെ ഒരു മുൻതൂക്കം ഒരിത്തിരി കിലോന് ക്ലീനിങ്ങിനായിരിക്കും കേട്ടോ കൂടുതലുണ്ടാകുക. ചില ആൾക്കാർക്ക് ക്ലീനിങ് ഭയങ്കര മടിയായിരിക്കും കേട്ടോ. നമ്മളെ വീട് വൃത്തിയായിട്ട് ചില ആൾക്കാരങ്ങനെ ഞാൻ ചില സ്ഥലത്തൊക്കെ പോയാൽ കണ്ടിട്ടുണ്ട്. അവർ സംഭവം എല്ലാ പണികളും ചെയ്യുന്നുണ്ടാവും, അടിച്ചു വാരുന്നുണ്ടാവും, തുടക്കുന്നുണ്ടാവും, അല്ലെങ്കിലൊക്കെ ചെയ്യുന്നുണ്ടാവും. പക്ഷേ എന്തോ ഒരു ഒതുക്കി പെറുക്കി ആ ഒരു വൃത്തി ചില സ്ഥലങ്ങളിൽ എനിക്ക് തോന്നാറില്ല കേട്ടോ. ചിലപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളതുപോലെ നല്ല നീറ്റായിട്ട് നല്ല ഇതിൽ കിടക്കും. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് വലിയ കൊട്ടാരമൊന്നും ആയിട്ടൊന്നല്ല കേട്ടോ. നമുക്ക് ഉള്ളത് നമ്മൾ എന്താക്കുക, ഞാൻ അങ്ങനെയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഷെഡാണെന്നുണ്ടെങ്കിൽ നമ്മളെ വീട്, നമ്മൾ കഴിയുന്ന വീട് നമ്മൾ ഉള്ളത് വൃത്തിയിൽ കൊണ്ടു നടക്കുക എന്നുള്ളതാണ് കേട്ടോ എൻ്റെ ഒരു പോളിസി. അങ്ങനെ ഞാനിതാ മുറ്റമൊക്കെ മൊത്തത്തിൽ എല്ലായിടത്തും ഒന്ന് അടിച്ചൊക്കെ വാരി ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ വേഗം ഈ റൂമിലെ ബെഡ്ഷീറ്റ് മാറ്റാനായിട്ടുണ്ടായിരുന്നു. അപ്പുറത്തെ റൂമിൽ ഞാൻ കഴിഞ്ഞ ദിവസം മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ ഇപ്പുറത്തെയാണ് മക്കൾ കിടക്കുന്നത്, ഇവിടെയാണ്. ഇപ്പോൾ ഇവിടുത്തെ ബെഡ്ഷീറ്റ് മാറ്റുകയാണ്. ഞാൻ കഴിഞ്ഞതിൽ പറഞ്ഞ പോലെ തന്നെ എപ്പോഴും അതിങ്ങനെ ഇതിന് കണക്കും ഇതൊന്നും ഇല്ല കേട്ടോ. നമുക്കിങ്ങനെ ഒരുപാട് ബെഡ്ഷീറ്റും ഉണ്ട് എന്നല്ല കേട്ടോ. ഉള്ളത് അലക്കിയിട്ട് ഞാനങ്ങനെ ഒന്ന് പെരങ്ങിയ പോലെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ മാറ്റി വിരിച്ചതാണ് കേട്ടോ. ഞാൻ അതാ പറഞ്ഞത്, എനിക്ക് ഇങ്ങനെ എല്ലാം ഇങ്ങനെ നീറ്റായി നിൽക്കുന്നതാണ് കേട്ടോ ഇഷ്ടമുള്ളത്. ഒന്നും അവിടെ ഇവിടെ വലിച്ചു വാരി ഇടുക അങ്ങനത്തെ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. എനിക്കില്ലേ, ഞാൻ ഹോം ടൂറിൻ്റെ വീഡിയോ ചെയ്ത സമയത്ത് ഒരുപാട് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങളെ ഈ ഒരു ഷെഡാണെങ്കിൽ അത്ര നീറ്റായിട്ട് കൊണ്ട് നടക്കുന്നത് കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം, അങ്ങനെ ഒരുപാട് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. എന്തൊരു വൃത്തിയാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഞാനതാണ് നേരത്തെയും പറഞ്ഞത്, നമുക്കുള്ളത് നമ്മളൊന്ന് വൃത്തിയിൽ അല്ല ഒതുക്കി പെറുക്കി ഇങ്ങനെ കൊണ്ട് നടക്കുക. എനിക്ക് തീരെ വീട് അങ്ങനെ പെരങ്ങി നിൽക്കുന്നത് ഇഷ്ടമേ ഇല്ല കേട്ടോ.
രാവിലെ മാത്രമാണ് ചിലപ്പോൾ സ്കൂൾ മദ്രസൊക്കെ ഉള്ള ആ ഒരു തിരക്ക് പിടിച്ച ആ ഒരു സമയത്തേക്ക് മൊത്തത്തിൽ എല്ലായിടത്തും ഒന്ന് അലമ്പായി കിടക്കുന്നുണ്ടാവുക. അത് കഴിഞ്ഞെടുത്താൽ പിന്നെ അതങ്ങനെ നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് അങ്ങനെ പോകും കേട്ടോ ഞാൻ. അപ്പോൾ കാര്യങ്ങൾ ചിലപ്പോൾ അങ്ങനെയാണ് കേട്ടോ, തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിർത്താൻ കുറച്ച് പ്രയാസമാണ്. നമ്മൾ ഏതെങ്കിലും ഒരു വിഷയത്തേക്ക് ഇങ്ങോട്ട് വന്നാൽ അതങ്ങനെ അങ്ങോട്ട് പറഞ്ഞു പോകും. അപ്പോൾ അതിൻ്റെ കൂടെ ഇവിടെ കുറേ കാര്യങ്ങൾ അങ്ങനെ നടന്നു പോകുന്നുണ്ട് കേട്ടോ. ഇന്ന് ഞാൻ കുറച്ച് മൂഡ് ഓഫ് ഉള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. പക്ഷേ ഇത് ഇന്നലെ എടുത്തു വെച്ച വീഡിയോ ആണ്. എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ യൂട്യൂബേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് അറിയായിരിക്കും, യൂട്യൂബിൽ ഇപ്പോൾ ഒരു ബോണസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം വന്നിട്ടുണ്ടായിരുന്നല്ലോ. എന്തോ ഫ്രീ ബോണസ് യൂട്യൂബേഴ്സിന് കയറുന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു, എനിക്ക് വന്നിനോ നോക്കി നോക്കുക എന്ന് പറഞ്ഞിട്ട്. ഞാനും ഭയങ്കര ആവേശത്തിലൊക്കെ പോയി നോക്കിയതായിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു മെയിൽ വന്നിട്ടില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു ചിലപ്പം വലിയ വലിയ യൂട്യൂബേഴ്സിനൊക്കെ ആയിരിക്കും അത് കിട്ടുക. നമ്മളെപ്പോലെ ചെറിയ ചെറിയ ആൾക്കാർക്കും അല്ലെങ്കിൽ തുടക്കക്കാരായിട്ടുള്ള ആൾക്കാർക്കൊന്നും ചിലപ്പം അതിനുള്ള ആ ഒരു സമയം ആയിട്ടുണ്ടാവില്ലേക്ക്. അപ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക, ടെൻഷനല്ല, എന്നാലും എനിക്ക് വന്നില്ലല്ലോ എന്നുള്ള ആ ഒരു ഇതുണ്ടായിട്ടോ. നമ്മൾ പണ്ടുള്ളവർ പറയില്ലേ, ഇതിലും ഒരു ഭാഗ്യം വേണടാന്ന്. എല്ലാത്തിനും വേണം ഒരു ഭാഗ്യം എന്ന് പറയുമല്ലോ. ചിലപ്പം എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് കിട്ടുമായിരിക്കും അല്ലേ. അങ്ങനെ ഇതാട്ടോ ചെറുപയർ വെന്തിട്ടുണ്ട്. ഞാൻ റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കി വന്നതാണ് കേട്ടോ. ഞാൻ ഇതാക്കുന്നതിന് മുന്നേ മുറ്റടിച്ചു വാരി വന്നപാടെ തന്നെ വേഗം റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇട്ടതായിരുന്നു. മക്കളൊക്കെ പോയതിൻ്റെ ശേഷം അവിടെ വൃത്തിയാക്കി ഇട്ടതാണ് കേട്ടോ. ഇപ്പുറത്ത് പിന്നെ നാസിമോനും എണീച്ചിട്ടില്ല, ഓൻ ഉറങ്ങുകയാണ്. അപ്പോൾ അവിടുത്തത് ഓന് എണീച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ ചെറുപയറൊക്കെ നല്ലോണം ഒന്നുകൂടെ ഉടച്ചെടുത്തിട്ട് ഞാൻ ചെറിയുള്ളിയിൽ ഒന്ന് വറവിട്ടെടുത്തതാണ് കേട്ടോ. കടുക് പൊട്ടിച്ച് കുറച്ച് ചെറിയുള്ളിയും കൂടെ ചെറുപയർ വറവിടുന്ന സമയത്ത് ചേർത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം അതും കൂടെ ഒന്ന് വറവിട്ട് കറി അവിടെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ ഭൂരി ചുട്ടെടുക്കുകയാണ്. ഭൂരി പിന്നെ എളുപ്പത്തിലാവുമല്ലോ, കഴിക്കാൻ നേരത്തെ അങ്ങനെ അങ്ങോട്ട് ചുട്ടാൽ മക്കളെ എന്തായാലും കാത്തുക്കൽ നടക്കൂല കേട്ടോ. ഒരു വരുമ്പോഴേക്കും നല്ല സമയമാവും. 10 മണി 10:30 ആവട്ടോ മദ്രസ വിടാൻ. അപ്പോൾ ഓർക്കുള്ളത് പിന്നെ എടുത്തു വെച്ചാൽ ഓരങ്ങനെ വന്നിട്ട് കഴിച്ചോളും. പിന്നെ അതാട്ടോ ഞങ്ങൾക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേഗം ഭൂരിയും കൂടെ ഒന്ന് ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് അധികം ഉണ്ടാക്കും കേട്ടോ. ഇപ്പം കടി ഉണ്ടാക്കുമ്പോൾ എന്താ പറഞ്ഞാൽ മക്കൾ പുരയിലുള്ളതുകൊണ്ട് ഒരിടക്കും തിരക്കൊക്കെ അങ്ങനെ കടികളെടുത്ത് കഴിക്കൂട്ടോ. നാഫിമോൻക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് ചോറിനെക്കാട്ടി ഇഷ്ടം കടിയാണ്. ഇനിയിപ്പോൾ ഉച്ചക്കായാലും ഇനിയിപ്പോൾ വൈകുന്നേരം ആയാലൊക്കെ കടി കിട്ടിയാൽ പിന്നെ ഓനക്ക് അത് മതി കേട്ടോ. അതുകൊണ്ട് പിന്നെ ഞാൻ കടി ഉണ്ടാക്കും. ഇപ്പോൾ ഒരു വല്ലാണ്ട് കുറേയല്ല, എന്നാലും ഒരു ഇത്തിരി അങ്ങോട്ട് കരുതും കേട്ടോ. അവർക്ക് കഴിക്കുകയാണെങ്കിൽ കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഇതാ ചെറുപയർ കറിയും ഭൂരിയൊക്കെ ഇവിടെ ആയിട്ടുണ്ട്. ഞാനും നാസിമോൻ തന്നെയാണ് ചായ കുടിക്കാൻ ഉണ്ടായിട്ടുള്ളത്. ഓന് പിന്നെ അതിൻ്റെ നേരത്തെ ഓനക്ക് ഞാൻ ചൂടോടെ എണീച്ച് വന്നപ്പോൾ ചുട്ടിട്ട് അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടെ ചായയൊക്കെ കുടിച്ച് എണീച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത പരിപാടി ഞാൻ വേഗം തീ കത്തിച്ചിട്ട് ചോറിന് വെള്ളം വെക്കാനുള്ള പണിയിലാണ്. വിറകിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ എനിക്ക് ബേജാറാകും കേട്ടോ. വിറക് തീരെ ഇല്ല. നിങ്ങൾ കാണുന്നുണ്ടല്ലോ എൻ്റെ വിറക്. ആ ഭാഗത്ത് എത്രത്തോളം വിറകുണ്ടായത്. ഇന്ന് പിന്നെ ഞാൻ അന്ന് ഈ ഒരു ഭാഗം ഞാൻ വൃത്തിയാക്കിയതാണ് കേട്ടോ. പാമ്പിനെ പേടിച്ചിട്ട് തന്നെയാണ്, നമ്മൾ ഷെഡിനോട് ചേർന്നിട്ട് തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് പിന്നെ വേറെ എവിടേക്കെങ്കിലും മാറ്റി വെക്കാമെന്ന് വിചാരിച്ചാൽ പിന്നെ മഴയൊക്കെ കൊള്ളും ഇതാവും. അവിടെ പറയുമ്പോൾ ഷീറ്റ് കുറച്ച് ഇങ്ങോട്ട് ഇറക്കി ഇട്ടതുകൊണ്ട് അവിടേക്ക് അങ്ങനെ മഴ കൊള്ളൂല കേട്ടോ. അതുകൊണ്ടാണ് അവിടെ അങ്ങനെ ഒരു ഭാഗത്ത് അങ്ങനെ അടക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം എല്ലാം ഞാൻ അവിടെയൊക്കെ ഒന്ന് പുല്ലും കാടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. മൊത്തത്തിൽ വിറകൊക്കെ വലിച്ചിട്ട് ഇന്നലത്തെ പണിയായിരുന്നു കേട്ടോ. അത് എല്ലാം വലിച്ചിട്ട് മൊത്തം ഒന്ന് വൃത്തിയാക്കി എടുത്തതായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ വൃത്തിയാക്കിയ സ്ഥലങ്ങൾ ഇങ്ങനെ പോയി നോക്കി കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു ഭയങ്കര ഒരു ഇതല്ലേ ഇങ്ങനെ അതിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ. അപ്പോൾ എന്തായാലും പറഞ്ഞു വന്നത് വിറക് തീരാനായിട്ടുണ്ട്. ഗ്യാസും ഇപ്പോൾ കിട്ടാൻ നല്ല ബുദ്ധിമുട്ട് തന്നെയാണ്. ഇപ്പോൾ ഒരു കുറ്റി കഴിഞ്ഞിട്ടുണ്ട്, നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ബുക്കിംഗ് ആയത് കിട്ടണമെങ്കിൽ ഭയങ്കര പണിയല്ലേ, എന്തൊക്കെയോ ഒരു നമ്പറും മെസ്സേജും കാര്യങ്ങളൊക്കെ വരികയൊക്കെ വേണമല്ലോ. എന്തായാലും ഈ ആഴ്ച കിട്ടുമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഒന്ന് നിറച്ച് വെച്ചതുള്ളതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ വിറകൊക്കെ എടുത്ത് കൊണ്ടുവന്നു. വേഗം തീയൊക്കെ കത്തിച്ചിട്ട് ചോറിനുള്ള വെള്ളം ഒന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് നടുവിലകം ഒന്ന് മാറാലൊക്കെ വല്ലാണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് മാറാലൊക്കെ ഒന്ന് തട്ടി ഒന്ന് വൃത്തിയാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വേഗം ബാക്കിയുള്ളതൊക്കെ അങ്ങനെ അങ്ങോട്ട് ഇതാക്കി വെച്ചത് കേട്ടോ. ഇന്നങ്ങനെ വലിയൊരു കുക്കിങ്ങിലേക്ക് ഞാൻ അങ്ങോട്ട് പോയിട്ടില്ലായിരുന്നു. ഞാനതാ നേരത്തെ പറഞ്ഞു. ഇപ്പം നമ്മൾ നോമ്പിന് ക്ലീൻ ആക്കിയതാണ് കേട്ടോ. മൊത്തത്തിൽ തട്ടിക്കൊട്ടൽ നോമ്പിന് ചെയ്തതാണ്, പിന്നെ ചെയ്തിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഒന്നിങ്ങനെ മാറാലൊക്കെ ഷീറ്റിൻ്റെ ഇടയിൽ കൂടെയൊക്കെ അങ്ങോട്ട് വന്നതെന്നൊക്കെ ഒരു തോന്നൽ ഇങ്ങോട്ട് വന്നപ്പം എനിക്ക് പിന്നെ എന്താ പറയുക, എന്നാൽ പിന്നെ അതൊന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്.
അപ്പോൾ ഇതാ ഞാൻ രണ്ട് ചൂല് എടുത്തിട്ട് വന്നേട്ടോ. ഈർക്കളീൻ്റെ ചൂല് മാറാല തട്ടി ഇല്ല കേട്ടോ. ഇനി അതുണ്ടെങ്കിലും ഈ ഷീറ്റിൻ്റെ ആ ഒരു കമ്പിമേൽ ഇങ്ങനെ കൊളത്തിയിട്ട് അതൊക്കെ നാശമാവുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ അടിച്ചു വാരി ഒടിഞ്ഞു പോയി ഒഴിവായിട്ടുള്ളൊരു ചൂലുണ്ട് കേട്ടോ. അതിൻ്റെ കയ്യിലുള്ള ഒരു കുറ്റിച്ചൂലല്ലേ, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ മാറാല തട്ടാൻ എടുക്കൽ. മറ്റേ പുതിയ ചൂല് എടുത്താൽ ശരിയാവില്ല, പിന്നെ അതും ഇതുപോലെ തന്നെ കേട് വരൂലേ വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതിൻ്റെ മുന്നേ നാസിമോൻ്റെ അക്കോറി ഉണ്ടല്ലോ, അപ്പോൾ അതിലേക്ക് ഒരു തുണിയും കൊണ്ടൊന്ന് മൂടി കൊടുത്തതാണ് കേട്ടോ. ഫുള്ളും പൊടിയൊക്കെ വീണതിന് മീൻ ചത്തു കൊണ്ടാണ് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ ഈ ഭാഗം ഒന്ന് ഫസ്റ്റ് തട്ടിയെടുക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും സാധനങ്ങളൊന്നും മൊത്തത്തിൽ അങ്ങോട്ട് മാറ്റി ഇതാക്കിയിട്ടൊന്നുമില്ല കേട്ടോ. ആ ഒരു എടുക്കൽ എന്തായാലും നമ്മൾ നോമ്പിന് മാത്രമേ എടുക്കുള്ളൂ കേട്ടോ. ഇനി എന്താണെങ്കിലും നോമ്പിൻ്റെ നനച്ചുള്ളി സമയത്താണ് അങ്ങനെ മൊത്തത്തിൽ അങ്ങോട്ട് വല്ലാണ്ടുള്ളൊരു ഡീപ്പായിട്ടുള്ള ക്ലീനിങ് ഒക്കെ ചെയ്യുക. ഇപ്പം എന്ന് പറയുമ്പോൾ ഒന്ന് ജസ്റ്റ് തട്ടി പോകുമെന്ന് മാത്രം. പിന്നെ ഈ ഷീറ്റിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ കാണുമ്പോൾ തിരിയില്ലെങ്കിലും ഷീറ്റിൻ്റെ ഓരോ ഇടകളിലൂടെയും ഭയങ്കര മാറാലയും പൊടിയൊക്കെ നല്ലോണം ഉണ്ടാവും കേട്ടോ. നമുക്ക് ചുമരിൽ തട്ടി വൃത്തിയാക്കണ പോലെ അത്ര എളുപ്പമല്ല കേട്ടോ ഇതിലൊന്ന് വൃത്തിയാക്കി എടുക്കാൻ. നമ്മൾ ചെയ്താലും ചിലപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും ഉണ്ടാവും, എന്നാലും ചെയ്തല്ലോ എന്നുള്ള ആ ഒരു സമാധാനം ഉണ്ടാവുമെന്ന് മാത്രം. അങ്ങനെ ഒരു ഭാഗം ചെയ്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്ത് ഇതിൻ്റെ ഗ്ലാസിൻ്റെ മേലെ കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ഇങ്ങോട്ട് വല്ലാതെ പെരങ്ങിയ പോലെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് ഒതുക്കി പെറുക്കി ഒന്നും കൂടെ വെച്ച് അതിൻ്റെ മേലെ ഒന്ന് തുടച്ചെടുത്തതാണ്. മൊത്തത്തിൽ സാധനങ്ങളൊന്നും താഴേക്ക് ഇറക്കി വെച്ചിട്ടൊന്നുമില്ല കേട്ടോ. അതിൻ്റെ മേലെ കൂടെ അങ്ങനെ ഒന്ന് വൃത്തിയാക്കിയിട്ട് പൊടിയൊന്ന് തുടച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗവും കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇപ്പുറത്തെ ഭാഗത്തേക്കാണ് എത്തിയിട്ടുള്ളത്. ഇവിടെ നിന്ന് പിന്നെ അധികം സാധനങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് തട്ടി വിടാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ദിവസം തന്നെ എല്ലാം കൂടെ ചെയ്യുമ്പോൾ നമുക്ക് മടുപ്പ് വരും. അപ്പോൾ ഞാൻ ഓരോ ദിവസം ഓരോരോ ഇതങ്ങനെ കാണിക്കലാണ്. പിന്നെ എടുക്കുന്നത് എല്ലാം മൊത്തത്തിൽ വീഡിയോ എടുക്കാൻ നിന്നാലും കാര്യം നടക്കൂല കേട്ടോ. ഇങ്ങൾക്കും ബോറടിക്കും, ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞമ്മക്കും ബോറടിക്കും. ഇതന്നെയല്ലോ ഇപ്പോൾ കാണിക്കാനുള്ളതെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഓരോരോ ഭാഗം അങ്ങനെ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കാണിക്കുന്നുണ്ട് എന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ അവിടെ മുക്കാൽ ഭാഗം ഒന്ന് തട്ടിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടിച്ചു വാരി തുടക്കാനൊക്കെയാണുള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചോറിന് വെള്ളം വെച്ചിട്ടാണല്ലോ ഈ ഒരു പണിക്ക് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് വെള്ളം തളിച്ചിട്ടുണ്ടായി. അപ്പോൾ ഞാൻ അരി ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. എന്നാൽ പിന്നെ ചോറ് അവിടെ അങ്ങോട്ട് ആയിക്കോളില്ല. എനിക്കാണെന്നുണ്ടെങ്കിൽ വിറക് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ചോറ് അടുപ്പത്ത് തന്നെ വെക്കണം കേട്ടോ. അതിപ്പോൾ ഒരു എന്താ പറയുക, അത് അങ്ങനെയാണ്. എനിക്ക് ഗ്യാസുമ്മൽ വെച്ചാൽ ശരിയാവില്ല കേട്ടോ. ചോറ് എങ്ങനെയായാലും എനിക്ക് ചോറ് അടുപ്പത്തുനിന്ന് വെച്ചാലേ ശരിയാവുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ വിറക് ചിലപ്പോൾ പറമ്പിൽ നിന്നൊക്കെ ഉണങ്ങിയതൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ പെറുക്കി അങ്ങോട്ട് കൊടുന്ന് ചകിരിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ അങ്ങോട്ട് കത്തിക്കും കേട്ടോ അടുപ്പ്. പിന്നെ മൊത്തത്തിൽ ഞാൻ അവിടുത്തെ തട്ടലും കൊട്ടലും വൃത്തിയാക്കലൊക്കെ കഴിച്ചിട്ട് പിന്നെ വേഗം ഒന്ന് അടിച്ചു വാരിയിട്ടു. മൊത്തത്തിൽ എല്ലായിടത്തും ഒന്ന് അടിച്ചൊക്കെ വാരിയിട്ടു. അടിച്ചു വാരൽ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ പാത്രം കഴുകാൻ നിൽക്കുള്ളൂ എപ്പോഴും. അപ്പുറത്തെ അടുക്കളയിലും പാത്രങ്ങൾ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്ന് മൊത്തത്തിൽ എല്ലായിടത്തും അടിച്ചു വാരി തുടക്കലും അതുപോലെ പാത്രം കഴുകലും ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ അലക്കാനുള്ളതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പം ചോറിനുള്ള കറിയാക്കുകയാണ്. രാവിലെ മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. വലിയ മത്തിയാണ് കേട്ടോ. ചെറിയ മത്തിയല്ല, കുറച്ച് വലിയ മത്തിയാണ്. അത്യാവശ്യം നല്ല മുള്ളൊക്കെ ഉള്ള മത്തിയാണ്. പക്ഷേ കറി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു നെയ്യുള്ള പോലത്തെ ഒരു മീനായതുകൊണ്ട്. അപ്പോൾ അതൊന്ന് മുളകിട്ടെടുക്കുകയാണ് കേട്ടോ. പിന്നെ എന്തെങ്കിലും ഒന്ന് ഉപ്പേരി ആക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. എനിക്ക് മീൻ കറിയൊക്കെ ഉള്ളപ്പം വെറും മീൻ പൊരിച്ചതും കൂടെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ ഉപ്പേരിമേലേക്കൊന്നും അങ്ങനെ നിൽക്കില്ല കേട്ടോ. വെറും മീൻ കറി മാത്രമൊക്കെ ആകുമ്പോൾ ഒരു എന്തോ പോലെയല്ലേ, എന്തെങ്കിലും ഒരു ഉപ്പേരിയും കൂടെ വേണമെന്ന് വിചാരിക്കും. അപ്പം മമ്പയർ ഞാനിപ്പോൾ കറി വെക്കാൻ നിന്നപ്പോഴാണ് കേട്ടോ മമ്പയർ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കറിയൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് അത് കുക്കറിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇനിയിപ്പോൾ അതാ മീൻ കറിക്കുള്ള മീനൊക്കെ നന്നാക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്കുള്ള തക്കാളി, പച്ചമുളക്, കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് വാടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ പുളി വെള്ളത്തിലും ഇട്ട് വെച്ചിട്ടുണ്ട്. ഞാനിങ്ങനെയാണ് കേട്ടോ മീൻ കറിയൊക്കെ വെക്കൽ. ചിലപ്പോൾ ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും. അതുപോലെ മീൻ കറിയിൽ ഞാൻ ഉള്ളി ഇടലില്ല കേട്ടോ. നമ്മളിവിടെ മീൻ കറിയിൽ ആരും നമ്മളെ കുടുംബത്തിൽ ആരും മീൻ കറിയിൽ ഉള്ളി ഇടുന്നത് ഞാൻ കണ്ടിട്ടില്ല. ചിലപ്പോൾ ഒക്കെ കഷ്ണ മീനൊക്കെ വെക്കൂല, അതിലൊക്കെ വേണമെങ്കിൽ ചെറിയൊരു കഷ്ണം ഉള്ളിയൊക്കെ ഇടുക അല്ലാതെ ഇടലില്ല കേട്ടോ. പിന്നെ പൊടികളൊക്കെ ഇടുന്നത് എടുക്കാൻ മറന്നുപോയി കേട്ടോ ഞാൻ. വേറെ ഒന്നുമില്ല, മുളകും പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ ഒരു ഇത്തിരി മല്ലിപ്പൊടി, കുറച്ച് കാശ്മീരി മുളകും പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് നല്ലോണം മൂപ്പിച്ചൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് പുളിവെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഒരു ഇത്തിരി തീരെ കറിയില്ലാതെയും പറ്റൂല, വല്ലാണ്ട് കറിയും പറ്റൂല കേട്ടോ. രണ്ടിൻ്റെ ഇടയിലുള്ള ഒരു രീതിയിലേക്ക് ആക്കിയിട്ട് ഒന്ന് എടുത്തിട്ടുണ്ട്. കുറച്ച് പുളിവെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളെ കറി സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ
ഇതിൽ പിന്നെ ഒരു സാധനം ഇടാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. സംഭവം ചതച്ച് വെച്ചത് ഉണ്ടായിരുന്നു, എന്നിട്ടും ഞാൻ മറന്നുപോയി. അപ്പോൾ ഇത് തിളക്കണേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചൊരു ഇത്തിരി എടുത്തിട്ട് രണ്ടൊന്നും കുറച്ച് കുറച്ച് എടുത്തിട്ട് അങ്ങനെ അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അത് തിളച്ചാൽ മീൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക, അത്ര തന്നെയുള്ള നമ്മളെ കറി അങ്ങോട്ട് ആയിക്കോളും. പിന്നെ മമ്പയറും കൂടെ പൊതിർന്ന് വന്നാൽ അതും ഒന്ന് ഉപ്പേരിക്ക് ആക്കണം കേട്ടോ. അങ്ങനെ ഇതാട്ടോ കറീൻ്റെത് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. പിന്നെ ഇതാട്ടോ മീൻ ഇന്ന് പൊരിക്കാനൊന്നും എടുത്തിട്ടില്ല കേട്ടോ, ഞാൻ കറി തന്നെ ആക്കിയതാണ്. കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ അതുകൊണ്ട് ഉള്ളത് അങ്ങോട്ട് മുളകിട്ടതാണ്. ഇനിയിപ്പോൾ ഉച്ചക്കത്തേക്കും പിന്നെ രാത്രിക്കേക്കും കൂടെ ഒക്കെ ഉള്ള കറിയാണ്. ഇനിയിപ്പോൾ ഇത് ബാക്കി ഉണ്ട് എന്നുണ്ടെങ്കിൽ രാവിലെ എന്തെങ്കിലും കടിയാക്കുകയാണെന്നുണ്ടെങ്കിൽ അതും കടിക്കും കൂട്ടും കേട്ടോ. നമ്മൾ ഒരു സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ തന്നെയാണ് കേട്ടോ. ഉണ്ടായും കൊണ്ട് വേറെ വെറൈറ്റി അങ്ങനെ ഉണ്ടാക്കുന്ന പരിപാടിയൊന്നും ഇല്ല കേട്ടോ. ഉണ്ടെങ്കിൽ ഇത് തന്നെ ആയിക്കാരം. അപ്പോൾ അതാട്ടോ കറി അവിടെ വേവിക്കാൻ വേണ്ടിയിട്ട് മീനൊക്കെ ഇട്ടിട്ട് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ മമ്പയർ ഒന്ന് വെള്ളത്തിൽ നിന്ന് ശരിക്കും പൊതിർന്നിട്ടൊന്നുമില്ല, എന്നാലും കുക്കറിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്കും അതേപോലെ തന്നെ കുറച്ച് ചെറിയൊരു കഷ്ണം ഉള്ളിയും പച്ചമുളകും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് ഒരിത്തിരിയും കൂടെ ഞാൻ പൊതിർത്താത്തതായതുകൊണ്ട് ഒരു കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അധികം എന്നല്ല, ഒരു പാകത്തിന് വേവാനുള്ളൊരു വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ അത് വെന്തിട്ട് അതൊന്ന് വെളുത്തുള്ളിയൊക്കെ ഒന്ന് കുത്തി ചതച്ച് വറവിട്ട് കഴിഞ്ഞാൽ നമ്മളെ ഉപ്പേരിയും കൂടെ ആവും. അപ്പോൾ അതോടെ കൂടെ തന്നെ നമ്മളെ ക്ലീനിങ്ങും അതുപോലെ കുക്കിങ്ങും പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിയും കേട്ടോ. ഇനിയിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞാൽ കുളിയും നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് അങ്ങോട്ട് ചോറ് വയ്ക്കും, അത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതാട്ടോ അത് കുക്കറിലത്തെ എയറും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ മമ്പയറൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുത്തു. പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു, കടുകൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്, വെളുത്തുള്ളിയും കൂടെ കുത്തി ചതച്ചിട്ടിട്ട് പിന്നെ ഇതാട്ടോ മമ്പയറൊന്ന് വറവിട്ടെടുക്കുകയാണ് കേട്ടോ. ഇതിലൊക്കെ കറിവേപ്പിലയും വറ്റമുളകൊക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റാണ്, പക്ഷെ അത് രണ്ടും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് പിന്നെ ഞാൻ വെളുത്തുള്ളിയും കടുകും മാത്രം ഇട്ടിട്ട് അങ്ങനെ വറവിട്ട് എടുത്തതാണ് കേട്ടോ. അങ്ങനെ നമ്മളെ ഉപ്പേരിയും റെഡി ആയിട്ടുണ്ട്, കറിയും റെഡി ആയിട്ടുണ്ട്. കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു, അപ്പോൾ ഒന്ന് ഉപ്പ് ഇട്ട് കൊടുത്തതാണ്. അങ്ങനെ കേട്ടോ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. മമ്പയറും ഇതുപോലെ കഞ്ഞിയിലൊക്കെ ഇട്ടിട്ട് കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുട്ടികൾക്ക് ഈ മമ്പയറൊക്കെ. അങ്ങനെ കേട്ടോ ഞാൻ ചെറുതായിട്ട് വെള്ളം ഉണ്ടായിരുന്നു, അപ്പോൾ അതും കൂടെ ഒന്ന് വറ്റിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം സെറ്റായി വീണ്ടും അടുക്കള ഒന്നും കൂടെ ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊന്ന് കമൻ്റായിട്ട് അറിയിക്കുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബായ്.